ഉസ്താദേ, എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്, ഇതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഇല്ല, ഇവരൊന്ന് നിസ്കരിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്നെല്ലാം കമൻറ്റ് ചെയ്ത് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പാതയത്തിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇതിന് ഖുർആനീകമായ ഒരു മരുന്നാണ് നമ്മളിന്ന് പറയുന്നത്. ഈ മരുന്ന് കൃത്യമായി ഭാര്യമാർ ഒന്ന് മന്ത്രിച്ചിട്ട് അവരെ കുടിപ്പിക്കുകയാണെങ്കിൽ, അതായത് അവർ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ മരുന്ന് നിങ്ങളൊന്ന് അവരിൽ പ്രയോഗിച്ച് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും നിസ്കരിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം സമാധാനം നിറഞ്ഞ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും സമാധാനം നിറഞ്ഞു നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സന്തോഷം നിറഞ്ഞു നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പടച്ചോൻ്റെ ഒരു തിരുനോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലേ? എന്നാൽ നമ്മുടെ കുടുംബത്തിൽ നിസ്കരിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമാധാനം നമുക്ക് കിട്ടൂല കേട്ടോ. സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു ബറക്കത്ത് കേട് നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അപ്പോഴും നമ്മൾ കരുതുന്നത് എന്താ? എന്തെങ്കിലുമൊക്കെ സിഹറായിരിക്കും, കണ്ണേറായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ എല്ലാം അങ്ങനെയല്ല. നിസ്കരിക്കാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ആ വീട്ടിൽ അവിടെ പിന്നെ ബറക്കത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് പൈസ ഉണ്ടാകും, സമ്പത്ത് ഒരുപാടുണ്ടാകും, കാറുണ്ടാകും, വലിയ ബംഗ്ലാവ് ഉണ്ടാകും, എല്ലാത്തിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറയും അത് സിഹറാരാണ്ട് ചെയ്തതാ, അല്ലെങ്കിൽ കണ്ണേറ. ഒന്നുമല്ല, നമ്മൾ ഈ നിസ്കരിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ്. അങ്ങനെ നിസ്കാരമില്ലായ്മ നമ്മുടെ സമാധാനം കെടുത്തിക്കളയുമെന്നത് ഉറപ്പ് തന്നെയാണ്. നിസ്കരിച്ചില്ലെങ്കിൽ എത്ര വലിയ അപകടമാണെന്നറിയോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിൻ്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പടച്ചോൻ എന്തിനാ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. കണ്ടില്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചത്, അതുപോലെ ജിന്നുകളെ പടച്ചത് അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്തിൽ ഏറ്റവും വലിയ പ്രാമുഖ്യമുള്ള ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് ഇല്ലേ? ആ നിസ്കാരം കൃത്യമല്ലേ? നമ്മൾ അള്ളാഹുമായിട്ടുള്ള കരാറ് തെറ്റിച്ചവരാ. അള്ളാഹുമായിട്ട് നമുക്കൊരു കരാറുണ്ടായിരുന്നു. ആഖിറത്തിൽ വെച്ച് നമ്മൾ ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് വരുന്നതിന് മുൻപ് ആലമുൽ അർവാഹിൽ വെച്ച് പടച്ചോനോടൊരു കരാറ് നടത്തിയിട്ടുണ്ട്. അൽ അഹ്ദുല്ലദി ബൈനനാ വ ബൈനഹും അസ്സലാ. നമ്മുടെയും അവരുടെയും, അതായത് മുസ്ലിങ്ങളുടെയും കാഫിറുകളുടെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ് എന്ന് പടച്ചോനോട് കരാർ ചെയ്തിട്ട് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ചില ഇമാമിങ്ങൾ ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാണെന്ന് അള്ളാൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇവിടെ നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യൻ ആരാണോ അവൻ കാഫിറാണെന്ന് ഒരുപാട് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞത് കാണാം. എന്നാൽ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. നമ്മുടെ ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാഫിർ എന്ന് പറയണ്ട, കാഫിറാകണമെങ്കിൽ നിസ്കാരത്തെ നിഷേധിക്കണം. ഒരാൾ പറയാൻ 3 വക്കത്തെ നിസ്കാരമുള്ളൂ, അയാൾ കാഫിറാണ്, ഉറപ്പാണ്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ നിസ്കാരം എന്ന് പറയുന്ന ഒന്നേ ഇല്ല, അയാൾ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ്. നിഷേധിയായ ഒരാൾ കാഫിർ തന്നെയാണ്. പക്ഷെ നിഷേധിക്കാത്തിടത്തോളം നിസ്കരിക്കുന്നില്ല എങ്കിൽ അവന് നിഷേധിക്കുന്നൊന്നുമില്ല, പക്ഷെ നിസ്കാരമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് അവൻ്റെ തല വെട്ടണം. ആര്? നമ്മളല്ല. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് രാജാവ് അവൻ്റെ തല വെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കം ചെയ്യുന്ന അതേ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വെക്കണം, നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ. കണ്ടില്ലേ? നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ. ഇത് വരുന്ന ഒരുപാട് തലമുറയ്ക്ക് കണ്ട് മാറ്റമുണ്ടായി നന്നാകാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അതായത് ഒരു നായയുടെ തലവെട്ടാൻ ഇസ്ലാം പറയണില്ല, ഒരു പന്നിയുടെ തലവെട്ടാൻ ഇസ്ലാം പറയുന്നില്ല, അതിനൊക്കെ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിസ്കരിക്കാത്തവൻ്റെ തല വെട്ടിക്കളയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലും നിസ്കരിക്കാത്തവന് ഇസ്ലാം കൊടുക്കുന്നില്ല. അപ്പം അതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോഴേ ഇത്തിരി ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ സമ്പത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ജോലി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഭർത്താവ്, അതായത് ഈ പയ്യൻ നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സ്വാലിഹത്തായ ഒരു പിള്ളേനെ കൊണ്ടുപോയി നിസ്കരിക്കാത്തൊരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ കുഫു പോലും ഒക്കൂല, അവർ തമ്മിൽ ചേർച്ച തന്നെ ഇല്ല. എപ്പോഴും അന്വേഷിക്കണം നിസ്കാരം ഉണ്ടോ. ഏറ്റവും വലുത് പള്ളിയിലെ ഹത്തീബിനോട് പോയെന്ന് ചോദിക്കണം, ഇവനെവിടെയൊക്കെ പള്ളിയിൽ കാണാറുണ്ടോ എന്ന്. അങ്ങനെ നിസ്കാരമുള്ളവർക്ക് മാത്രം നമ്മുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി നിസ്കാരമില്ലാത്ത ബാപ്പയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരമില്ലാത്ത ബാപ്പ അവൻ കോടീശ്വരനാണെങ്കിലും അയാൾക്ക് ആകെ ഒരൊറ്റ മോളേ ഉള്ളൂ.
നിസ്കാരമില്ലാത്ത ബാപ്പയാണെങ്കിൽ സ്വന്തം മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹതയില്ല. നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല നിസ്കാരമുള്ള ബാപ്പാക്ക്. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ അവിടെ കോടതി പ്രഖ്യാപിക്കണം, കോടതി ഇത് നടത്തി കൊടുക്കണം, ഖാളി നടത്തി കൊടുക്കണം നിക്കാഹ്. വാപ്പ ജീവിച്ചിരിക്കെ തന്നെ വാപ്പാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അർഹതയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണേ. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയുണ്ട്. അപ്പോൾ ദീനിൻ്റെ നെടും തൂണാണ് നിസ്കാരം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദീനിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നെടും തൂണാണ് നിസ്കാരം. നിസ്കാരം കൃത്യമല്ല എങ്കിൽ, നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ ദീനിനെ പൊളിച്ചവനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് ഒരു ഗൗരവമായ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രോഗിയെ കണ്ടാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശുക്രിൻ്റെ സുജൂദ് ചെയ്യും, നന്ദിയുടെ സുജൂദ് ഉണ്ട് അല്ലേ? ഒരു രോഗിയെ കണ്ടാൽ ആ രോഗി കാണാതെ മാറി എന്ന് രണ്ട് സുജൂദ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പടച്ചോനെ, എനിക്ക് ആ രോഗം നീ തന്നില്ലല്ലോ അല്ല. എന്നാൽ നിസ്കരിക്കാത്തൊരുത്തനെ കാണുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ അവൻ കാണുകയെ നിന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. എന്തിനാ? പടച്ചോൻ ഇങ്ങനെ ഒരു നശിച്ചവനായിട്ട് നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ല. അവിടെ വെച്ച് അള്ളാഹ്ക്ക് രണ്ട് സുജൂദ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത്രത്തോളം ഒരു വിലയില്ലാത്ത ഏറ്റവും തരം താഴ്ന്നവനായിട്ടാണ് നിസ്കരിക്കാത്തവനെ ഇസ്ലാം പരിഗണിക്കുന്നത്. അപ്പോൾ എത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്, എത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദുനിയാവിൽ അവൻ തോറ്റുപോകും, ആഖിറത്തിൽ തോൽക്കും, ഖബറിൽ തോൽക്കും, എല്ലായിടത്തിലും പരാജയമാണ് അവനെ കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചില സഹോദരിമാരുണ്ട്, അവരും ശ്രദ്ധിക്കണം കേട്ടോ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ. കാരണം നിസ്കാരം ളുഹർ ഇങ്ങനെ സമയമായി അസറിനോട് അടുക്കാറാകുമ്പോൾ വേഗം ഓടി വന്ന് നിസ്കരിക്കുന്ന കുറേ മനുഷ്യന്മാർ. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ഓടിപ്പോയി ഒരു ചാട്ടം ഉണ്ടല്ലോ, ആ ചാട്ടം അള്ളാഹ്ക്ക് വേണ്ട. എന്തിനാത്? സംഭവം ജായിസാണ്, പക്ഷേ ആ സമയത്തെങ്ങാനും കുഞ്ഞ് കരഞ്ഞാൽ, ഒരു പണി വന്നാൽ, ഒരു ഗസ്റ്റ് വന്നാൽ നിസ്കാരം ഖളായില്ലേ? ആദ്യം അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ടെന്നല്ലേ ഷഫീഉനാ റസൂലുള്ളാഹി ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശാണ്, നിസ്കരിക്കാത്തവർക്കല്ല, നിസ്കരിക്കുന്നവർക്ക്. ഇങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നാശാണെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി നിസ്കരിക്കാത്ത മനുഷ്യന് ദുനിയാവിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക? അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. അവൻ എപ്പോഴും രോഗം, പ്രയാസം, ബുദ്ധിമുട്ട്, മനസ്സിന് സമാധാനം കിട്ടില്ല. അതുപോലെ അവൻ്റെ മുഖത്ത് നിന്ന് സജ്ജനങ്ങളുടെ അടയാളത്തെ അള്ളാഹു എടുത്തു കളയുമത്രേ. അതുപോലെ അവൻ്റെ അമലുകൾക്ക് പ്രതിഫലം കിട്ടൂല. സജ്ജനങ്ങളുടെ അടയാളം, ഈമാനുള്ളവരുടെയൊക്കെ ഒരു അടയാളം മുഖത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് എത്ര മോശം മനുഷ്യനാണെങ്കിലും സുന്നത്തി ജമാഅത്തിൻ്റെ വ്യക്തികളെ കാണുമ്പോൾ മുഖത്തൊരു ഈമാനുണ്ടാവും. അതുപോലെ തന്നെ ഈ പുത്തനവാദികളുടെ മുഖത്തൊരു ഈമാനില്ലായ്മ ഉണ്ടാകും. ചിലപ്പോൾ കുത്തി മറിയുന്നുണ്ടാവും, എന്നാൽ ഈമാൻ ഉണ്ടാവില്ല, കാരണം വിശ്വാസം ശരിയായിട്ടില്ല. ഇതേ ഒരു വിശ്വാസം ശരിയാകാത്തവൻ്റെ മുഖത്തുള്ള ആ ഒരു അടയാളം നിസ്കരിക്കാത്തവൻ്റെ മുഖത്ത് പ്രകടമാകും. അതുപോലെ അവൻ്റെ അമലുകൾക്ക് പ്രതിഫലം ലഭിക്കില്ല. അതുപോലെ തന്നെ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കാത്തവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അതുപോലെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ ദുആയിൽ അവൻ പെടില്ല. സ്വാലിഹീങ്ങൾ ദ്വാരക്കുന്ന എങ്ങനെയാണ്? പടച്ചോനെ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ആ മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽ ഇവൻ പെടില്ല എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മരണവേളയിൽ എങ്ങനെയാണ്? ഏറ്റവും നിന്ദ്യമായ മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിസ്കരിക്കാത്തവന് പറ്റില്ല. അതുപോലെ ശക്തമായ വിശപ്പും ദാഹവും കൊണ്ട് അവനിങ്ങനെ ഞെരിപിരി കൊള്ളുമ്പോഴാണ് അവൻ്റെ റൂഹ് പിടിക്കുക. ആ റൂഹ് പിടിക്കുന്ന സമയത്ത് എനിക്കൊരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ, അവനിങ്ങനെ തട്ടഹസിക്കും, ആർക്കും കേൾക്കാൻ കഴിയില്ല. അങ്ങനെ വിറച്ചു പോകുന്ന ഘട്ടത്തിൽ അവൻ്റെ റൂഹ് വലിച്ചൂരും എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളം കിട്ടാതെ, വിശപ്പ് സഹിച്ച് ഭക്ഷണം കിട്ടാതെ എടങ്ങേറാകുന്ന പ്രയാസപ്പെടുന്ന അവസരത്തിൽ അവൻ്റെ റൂഹ് പിടിക്കുമത്രേ. ഇനി ഖബറിലേക്ക് ചെന്നാലോ, അവിടെ വാരിയല്ലുകൾ കബറ് പിടിച്ചിങ്ങനെ ഞെരിച്ച് ഉടയ്ക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാണ്. അതിലാദ്യത്തെ വിഭാഗം നിസ്കരിക്കാത്തവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കബറിൽ എപ്പോഴും തീ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. ഭീകരമായ കബറിലെ സർപ്പം, ശുജാഉൽ അഖ്റ എന്ന് പറയുന്ന ആ കബറിലെ സർപ്പം എപ്പോഴും അവനെ കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇനി മഹ്ശറിലേക്ക് എത്തിയാലോ, അവിടെ ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ അവിടെ ചോദ്യത്തിന് കൃത്യതയില്ലെങ്കിൽ അവൻ പോയി, അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ വിചാരണ കടുകട്ടിയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ കോപമല്ലാതെ ഒരു റഹ്മത്തും അവൻ്റെ മേലുണ്ടാവില്ല. അത്ര അപകടം ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും മരണവേളയിലടക്കം കൊണ്ടുതരുന്ന ഒന്നാണ് നിസ്കാരം ബാത്തുലാക്കി കളയുക, നിസ്കാരം ഖളാ ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തൗബ ചെയ്തിട്ട്, തൗബ ഇമ്പോർട്ടൻ്റ് ആണ്, ഖളാ ഉള്ളതൊക്കെ മടക്കി നിസ്കരിക്കാൻ ശ്രമിക്കണം. ഒരൊറ്റ വക്കത്ത് ഖളാ ആക്കരുത്. പ്രത്യേകിച്ച് സുബ്ഹിയൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ശാപമിറങ്ങും, മലക്കുകളുടെ ശാപമിറങ്ങും. ബറക്കത്തില്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ ഞെരിവിരി കൊള്ളും. സുബ്ഹി ഖളാ ആക്കുന്ന വീട്ടിലേക്ക് മലക്കുകൾ അടിക്കില്ല കേട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പലരുടെയും വിഷമാണ്
ഉസ്താദെ, ഭർത്താവ് മടിമാറി ഒന്ന് നിസ്കരിക്കണം, മക്കൾ മടിമാറി ഒന്ന് നിസ്കരിക്കണം, അവർ സ്നേഹത്തോടെ ഉപദേശിക്കണം. നല്ല ഭാര്യയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ കാണാം, ഭർത്താവ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നവളാണ്. വെള്ളം തടവിയിട്ടാണെങ്കിലും വെള്ളം ഒന്ന് കുടഞ്ഞിട്ടാണെങ്കിലും അവനെ എണീപ്പിക്കണമെന്നാണ്. വെള്ളം കുടയാൻ പോയി പ്രശ്നം ഉണ്ടായ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും എഴുന്നേൽപ്പിക്കണം. ഇനി അങ്ങനെയൊന്നും എഴുന്നേൽക്കുന്നില്ലേ, ഒരുപാട് ഉപദേശിച്ചു നോക്കിയിട്ട് നന്നാകുന്നില്ലേ, നമ്മൾ ഈ വഴിയും കൂടെ ഒന്ന് ചെയ്തു നോക്ക്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഏതെങ്കിലും ഒരു സമയത്ത്, ഏറ്റവും നല്ലത് സുബഹിക്ക് ശേഷം, നല്ല സമയമല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം കിട്ടുക അപ്പോൾ ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ആദ്യം ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു തവണ പാരായണം ചെയ്യുക. ഇബ്രാഹിമിയ സ്വലാത്ത് ഏതാ? നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ സയ്യിദിന ഇബ്രാഹീം വഅലാ ആലി സയ്യിദിന ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലാം. അതിനുശേഷം സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ ആയത്ത്, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്ത് 101 തവണ പാരായണം ചെയ്യാം. എത്ര തവണ? 101 തവണ. 101 തവണ ഇത് ഓതിയിട്ട് ഇതിന് ശേഷം ഒരു തവണ കൂടെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ആദ്യം ഇബ്രാഹിമിയ സ്വലാത്ത്, ശേഷം സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ ആയത്ത് 101 തവണ, ശേഷം ഒരിക്കൽ കൂടെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇശ്ഫി എന്ന് മന്ത്രിക്കുക, ഇശ്ഫി എന്ന് മന്ത്രിക്കുക. അങ്ങനെ മന്ത്രിച്ചിട്ട് ഭർത്താവിനോ മക്കൾക്കോ ഇനി നമുക്ക് തന്നെയോ ഇബാദത്തുകളിൽ മടിയുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാം. അത് ഭർത്താവിന് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം, എങ്ങനെയാകട്ടെ. ഇത് 7 ദിവസമോ 11 ദിവസമോ 21 ദിവസമോ 41 ദിവസമോ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഇത് പതിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാ. നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ നന്നാകുന്നത് നമുക്ക് നേർക്കാഴ്ച എന്നോണം. ഖുർആൻ ശിഫയാണല്ലോ. ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല, ഓതാനുമുള്ളതാണ്, അനുധാവനം ചെയ്യാനുമുള്ളതാണ്. ഖുർആൻ ശിഫയുമാണെന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചതല്ലേ. നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. എന്നാൽ